ओम नमो भगवते वासुदेवाय। भगवते ओम वासुदेवाय। नमो भगवते ओम नमो वासुदेवाय। भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। हरे कृष्ण। ശിഷ്യഗണചതാമൃതം അധ്യായം ആദിലീല അധ്യായം 11 നിത്യാനന്ദ പ്രഭുവിന്റെ ആവിർഭാവങ്ങൾ. ശ്ലോകങ്ങൾ 29 മുതൽ 32 വരെ. 29. പരമേശ്വരദാസ നിത്യാനന്ദേക ശരണം കൃഷ്ണഭക്തിപ്പായ കൃഷ്ണഭക്തിപ്പായാം താൻരേ കരേ സ്മരണാം. പരമേശ്വരദാസ നിത്യാനന്ദേക ശരണം കൃഷ്ണഭക്തിപ്പായാം താൻരേ കരുണസ്മരണ കരേ സ്മരണാം. പരമേശ്വരദാസ നിത്യാനന്ദേക ശരണം കൃഷ്ണഭക്തിപ്പായാം താൻരേ കരേ സ്മരണാം. സമാധി. हरे कृष्ण प्रभु जी। परमेश्वर दास नित्यानंदेक शरण कृष्ण भक्ति पाया तांडे ये करे स्मरण पदानुपदार्थം പരമേശ്വരദാസൻ നിത്യാനന്ദ ഏക ശരണ നിത്യാനന്ദനെ ശരണം പ്രാപിച്ച കൃഷ്ണഭക്തി പായ കൃഷ്ണപ്രേമം ലഭിക്കുന്നു. താൻഡേ അദ്ദേഹത്തെ ഏതൊരുവൻ കരേ ചെയ്യുക സ്മരിക്കുക. വിവർത്തനം. കൃഷ്ണലീലയിലെ അഞ്ചാമത്തെ ഗോപാലൻ എന്ന് പറയപ്പെടുന്ന പരമേശ്വരദാസൻ നിത്യാനന്ദ പ്രഭുവിനെ സമ്പൂർണ്ണമായും ശരണം പ്രാപിച്ചു. പരമേശ്വരദാസിൽ നിന്ന് അദ്ദേഹത്തിന്റെ നാമം സ്മരിക്കുന്ന ഏതൊരുവനും അനായാസം കൃഷ്ണപ്രേമം ലഭിക്കും. ഭാവാർത്ഥം. ശ്രീ ഭക്തിവേദാന്ത സ്വാമി ശിലാപ്രഭാത് മഹാരാജ് കി ജയ. ശ്രീല ഭക്തി സിദ്ധാന്ത സരസ്വതി താക്കൂർ അദ്ദേഹത്തിന്റെ അനുഭാഷ്യത്തിൽ എഴുതിയിരിക്കുന്നു, ചിലപ്പോൾ പരമേശ്വരിദാസൻ എന്നുകൂടി അറിയപ്പെടുന്ന പരമേശ്വരദാസൻ നിത്യാനന്ദ പ്രഭുവിന്റെ ജീവനായിരുന്നുവെന്ന് ചൈതന്യ ഭാഗവതം പ്രസ്താവിക്കുന്നു. ശ്രീ നിത്യാനന്ദ പ്രഭുവിന്റെ ലീലകളുടെ വിലാസ സ്ഥാനമായിരുന്നു പരമേശ്വരദാസന്റെ ദേഹം. കുറെ കാലം ഘടദഹ ഗ്രാമത്തിൽ ജീവിച്ചിരുന്ന പരമേശ്വരദാസൻ എല്ലായ്പ്പോഴും ഒരു ബാലകന്റെ ഹർഷോന്മാദത്തിലായിരുന്നു. മുമ്പ് അദ്ദേഹം ശ്രീകൃഷ്ണന്റെയും ബലരാമന്റെയും സുഹൃത്തായ അർജുനനായിരുന്നു. 12 ഗോപബാലകന്മാരിൽ അഞ്ചാമനായിരുന്നു അദ്ദേഹം. ശ്രീമതി ജാഹ്നവാദേവി ഖേത്തറയിൽ ഉത്സവം ആഘോഷിക്കുമ്പോൾ അദ്ദേഹം അവരെ അനുഗമിച്ചു. ശ്രീമതി മാതാവിന്റെ ആജ്ഞയനുസരിച്ച് അദ്ദേഹം ഹുഗ്ലി ജില്ലയിലെ ആടപ്പുരത്തെ ക്ഷേത്രത്തിൽ രാധാഗോപിനാഥ വിഗ്രഹം പ്രതിഷ്ഠിച്ചു. ആടപുരം സ്റ്റേഷൻ ഹൗറയ്ക്കും ആമതായിക്കും ഇടയിലുള്ള റെയിൽവേ ലൈനാണ്. ആടപുരത്ത് മിത്ര കുടുംബക്കാർ നിർമ്മിച്ച മറ്റൊരു ക്ഷേത്രം രാധാ ഗോവിന്ദ ക്ഷേത്രം എന്നറിയപ്പെടുന്നു. ക്ഷേത്രത്തിന് മുന്നിൽ ആകർഷണീയമായ ഒരു സ്ഥലത്ത് 2 ഇലഞ്ഞി വൃക്ഷങ്ങൾക്കും ഒരു കദംബ വൃക്ഷത്തിനുമിടയിലാണ് പരമേശ്വരി ഠാക്കൂറിന്റെ സമാധി. അതിനു മുകളിൽ ഒരു തുളസി ചെടിയോടുകൂടി പൂജാപീഠവുമുണ്ട്. ആ കദംബ വൃക്ഷത്തിൽ വർഷത്തിൽ ഒരു പുഷ്പം മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നും അത് മൂർത്തിക്കുള്ള സമർപ്പണമാണെന്നും പറയപ്പെടുന്നു. പരമേശ്വരി ഠാക്കൂർ ഒരു വൈദ്യ കുടുംബത്തിലെ അംഗമായിരുന്നത്രേ. അദ്ദേഹത്തിന്റെ സഹോദരന്റെ ഒരു പിൻഗാമി ഇപ്പോൾ ഒരു ക്ഷേത്രത്തിലെ ഒരു ഉപാസകനാണ്. അവരുടെ ചില കുടുംബാംഗങ്ങൾ ഇപ്പോഴും ഹുഗ്ലി ജില്ലയിൽ ചാണ്ടി തലാഖ് പോസ്റ്റ് ഓഫീസിനു സമീപം ജീവിക്കുന്നുണ്ട്. പരമേശ്വരി ഠാക്കൂറിന്റെ പിൻഗാമികൾ അനേകം ബ്രാഹ്മണ കുടുംബങ്ങളിൽ നിന്ന് ശിഷ്യന്മാരെ സ്വീകരിച്ചിരുന്നു. പക്ഷേ ക്രമേണ ഈ പിൻഗാമികൾ വൈദ്യം തൊഴിലാക്കിയതിനാൽ ബ്രാഹ്മണ കുടുംബങ്ങളിൽ നിന്നുള്ളവർ ഇവരിൽ നിന്നും ദീക്ഷ സ്വീകരിക്കുന്നത് അവസാനിപ്പിച്ചു. പരമേശ്വരിയുടെ പിൻഗാമികളുടെ കുടുംബനാമങ്ങൾ അധികാരിയെന്നും ഗുപ്തയെന്നും ആയിരുന്നു. ദൗർഭാഗ്യവശാൽ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ വിഗ്രഹത്തെ നേരിട്ട് ആരാധിച്ചില്ല. അവർ വിഗ്രഹത്തെ ആരാധിക്കാൻ ബ്രാഹ്മണരെ പ്രതിഫലം നൽകി ഏർപ്പാടാക്കി. ക്ഷേത്ര സിംഹാസനത്തിൽ ബലദേവനും ശ്രീ രാധാഗോപിനാഥനും നിർമ്മിച്ചാണ്. ബലദേവ വിഗ്രഹം പിന്നീട് പ്രതിഷ്ഠിച്ചതായിരിക്കണം. എന്തെന്നാൽ ആത്മീയ രസമനുസരിച്ച് ബലദേവനും ശ്രീകൃഷ്ണനും രാധയ്ക്കും ഒരേ സിംഹാസനത്തിൽ കഴിയാനാവില്ല. ഈ ക്ഷേത്രത്തിൽ വൈശാഖത്തിലെ ഏപ്രിൽ മെയ് മാസം പൗർണമി നാളിൽ പരമേശ്വരി ഠാക്കൂറിന്റെ അന്തർദാനോത്സവം ആഘോഷിക്കപ്പെടുന്നു. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ജഗദീശ പണ്ഡിത ഹയാ ജഗത് പാവന കൃഷ്ണ പ്രേമാർത്ഥവർഷേ യേന വർഷഗണാം. ജഗദീശ പണ്ഡിത ഹയാ ജഗത് പാവന കൃഷ്ണ പ്രേമാമൃതവർഷേ യേന വർഷഗണാം. ജഗദീശ പണ്ഡിത ഹയാ ജഗത് പാവന കൃഷ്ണ പ്രേമാമൃതവർഷേ യേന വർഷഗണാം. ഹരേ കൃഷ്ണ പ്രഭു. വിവർത്തനം. പദാനുപദാർത്ഥം. ജഗദീശ പണ്ഡിതൻ. ഹയ ആയിരുന്നു. ജഗത് പാവന ജഗത് വിമോചകൻ. കൃഷ്ണപ്രേമാമൃത വർഷേ ശ്രീകൃഷ്ണ പ്രേമത്തിൽ. ഏന പോലെ. വർഷപാതം. ഘന കനത്ത. വിവർത്തനം. ശ്രീല ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദ് മഹാരാജ് കി ജയ. നിത്യാനന്ദ പ്രഭുവിന്റെ അനുയായികളുടെ 15ാമത് ശാഖയായ
ജഗദീശ പണ്ഡിതൻ സമഗ്ര ലോകത്തിന്റെയും മോചകനായിരുന്നു. കൃഷ്ണ പ്രേമാമൃതം അദ്ദേഹത്തിൽ നിന്ന് വർഷപാതം പോലെ ചുരുങ്ങി. ഭാവാർത്ഥം ശ്രീല ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് മഹാരാജ് കി ജയ്. ശ്രീല ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ തന്റെ അനുഭാഷ്യത്തിൽ എഴുതുന്നു. ജഗദീശ പണ്ഡിതനെ കുറിച്ചുള്ള വിവരണം ചൈതന്യ ഭാഗവതം ആദിഖണ്ഡം 6-ാം അധ്യായത്തിലും ചൈതന്യ ചരിതാമൃതം ആദിലീല 14-ാം അധ്യായത്തിലും ലഭ്യമാണ്. അദ്ദേഹം നാദിയ ജില്ലയിലെ ചാകദഹ റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള യശഡ ഗ്രാമക്കാരനാണ്. ഭട്ടനാരായണന്റെ പുത്രനായിരുന്നു അദ്ദേഹത്തിന്റെ പിതാവിന്റെ നാമം കമലാക്ഷൻ എന്നായിരുന്നു. അദ്ദേഹത്തിന്റെ പിതാവും മാതാവും മഹാവിഷ്ണു ഭക്തരായിരുന്നു. അവരുടെ മരണാനന്തരം ജഗദീശൻ പത്നി ദുഃഖിനിയോടും സഹോദരൻ മഹേശനോടും ഒപ്പം ജന്മസ്ഥലം വിട്ട് ജഗന്നാഥ മിശ്രയുടെയും മറ്റ് വൈഷ്ണവരുടെയും സംഘത്തിൽ കഴിയുന്നതിന് ശ്രീ മായാപുരയിലേക്ക് പോയി. മഹാപ്രഭു ജഗദീശനോട് ഹരിനാമ സങ്കീർത്തന പ്രസ്ഥാനം പ്രചരിപ്പിക്കുന്നതിന് ജഗന്നാഥപുരിയിലേക്ക് പോകാൻ ആവശ്യപ്പെട്ടു. ജഗന്നാഥപുരിയിൽ നിന്ന് മടങ്ങി വന്നതിന് ശേഷം അദ്ദേഹം ജഗന്നാഥ ഭഗവാന്റെ ആജ്ഞപ്രകാരം യശദ ഗ്രാമത്തിൽ ജഗന്നാഥന്റെ വിഗ്രഹങ്ങൾ സ്ഥാപിച്ചു. ജഗന്നാഥന്റെ ഭാരമേറിയ വിഗ്രഹം ഒരു ദണ്ഡിൽ ബന്ധിച്ചാണ് യശദ ഗ്രാമത്തിലേക്ക് കൊണ്ടുവന്നതെന്ന് പറയപ്പെടുന്നു. ജഗന്നാഥ വിഗ്രഹം വഹിക്കാൻ ജഗദീശ പണ്ഡിതൻ ഉപയോഗിച്ച ദണ്ഡ് ക്ഷേത്രത്തിലെ പുരോഹിതന്മാർ ഇപ്പോഴും പ്രദർശിപ്പിക്കുന്നു. ഹരേ കൃഷ്ണ. നിത്യാനന്ദ പ്രിയാഭൃത്യ പണ്ഡിത ധനഞ്ജയ അത്യന്ത വിരക്ത സദാ കൃഷ്ണ പ്രേമമയ. നിത്യാനന്ദ പ്രിയഭൃത്യ പണ്ഡിത ധനഞ്ജയ അത്യന്ത വിരക്ത സദാ കൃഷ്ണ പ്രേമമയ. നിത്യാനന്ദ പ്രിയഭൃത്യ പണ്ഡിത ധനഞ്ജയ അത്യന്ത വിരക്ത സദാ കൃഷ്ണ പ്രേമമയ. മാതാജി. ഹരേ കൃഷ്ണ. നിത്യാനന്ദ പ്രിയ ഭൃത്യ, നിത്യാനന്ദ പ്രഭുവിന്റെ മറ്റൊരു പ്രിയ ഭൃത്യൻ. പണ്ഡിത ധനഞ്ജയൻ അത്യന്ത വളരെയധികം, വിരക്തൻ സദാ എല്ലായ്പ്പോഴും, കൃഷ്ണ പ്രേമമയ കൃഷ്ണപ്രേമത്തിൽ ലയിച്ചു. വിവർത്തനം. നിത്യാനന്ദ പ്രഭുവിന്റെ 16-ാമത്തെ പ്രിയ ഭൃത്യൻ ധനഞ്ജയ പണ്ഡിതനായിരുന്നു. അതീവ പരിത്യാഗിയായിരുന്ന അദ്ദേഹം സദാ കൃഷ്ണപ്രേമത്തിൽ ലയിച്ചിരുന്നു. ഭാവാർത്ഥം ശില ഭക്തിവേദാന്ത സ്വാമി ശില പ്രഭുപാദ് മഹാരാജ് കി ജയ്. ശില ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ അദ്ദേഹത്തിന്റെ അനുഭാഷ്യത്തിൽ എഴുതുന്നു. പണ്ഡിത ധനഞ്ജയൻ കട്വയിലെ ശീതള ഗ്രാമവാസിയായിരുന്നു. അദ്ദേഹം 12 ഗോപാലന്മാരിൽ വസുധാമൻ ആയിരുന്നു എന്ന് ഗണോദേശ ദീപിക 127 പറയുന്നു. വർദ്ധമാൻ ജില്ലയിൽ മംഗലകോടം പോലീസ് സ്റ്റേഷനും കൈച്ചര പോസ്റ്റ് ഓഫീസിനും സമീപത്താണ് ശീതള ഗ്രാമം. വർദ്ധമാൻ മുതൽ കട്വ വരെയുള്ള റെയിൽവേ പാതയിൽ കട്വയിൽ നിന്നും 9 മൈൽ ദൂരെയായി കൈച്ചര എന്നൊരു റെയിൽവേ സ്റ്റേഷനുണ്ട്. ശീതളയിൽ എത്തിച്ചേരാൻ ഈ സ്റ്റേഷനിൽ നിന്ന് 1 മൈലോളം വടക്കുകിഴക്ക് ഭാഗത്തേക്ക് പോകണം. മൺചുമരുകളോടുകൂടിയ ഒരോലപ്പുരയായിരുന്നു ക്ഷേത്രം. ഏതാനും വർഷം മുമ്പ് ബാജാരവന കാബാഷിയിലെ മല്ലിക്കുകളായ ജമീന്ദാർമാർ ക്ഷേത്രത്തിന്റെ ആവശ്യത്തിലേക്കായി വലിയൊരു മന്ദിരം നിർമ്മിച്ചു നൽകുകയുണ്ടായി. പക്ഷേ കഴിഞ്ഞ 65 വർഷം ഈ ക്ഷേത്രം ഇടിഞ്ഞുപൊളിഞ്ഞ് ഉപേക്ഷിക്കപ്പെട്ട നിലയിലായിരുന്നു. പഴയ ക്ഷേത്രത്തിന്റെ അടിത്തറ ഇപ്പോഴും കാണാം. ക്ഷേത്രത്തിന് സമീപം ഒരു തുളസിത്തറയുണ്ട്. എല്ലാ വർഷവും കാർത്തിക മാസത്തിൽ ഒക്ടോബർ-നവംബർ ധനഞ്ജയന്റെ തിരോധാന ദിനം ഇവിടെ ആചരിക്കപ്പെടുന്നു. ധനഞ്ജയ പണ്ഡിതൻ ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ നിർദ്ദേശമനുസരിച്ച് കുറെ കാലം ഒരു സങ്കീർത്തന സംഘത്തിൽ ഉണ്ടായിരുന്നു എന്നും പിന്നീട് വൃന്ദാവനത്തിലേക്ക് പോയെന്നും പറയപ്പെടുന്നു. വൃന്ദാവനത്തിലേക്ക് പോകുന്നതിന് മുമ്പ് അദ്ദേഹം കുറെ കാലം മേമാരി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 6 മൈൽ തെക്കുള്ള പാങ്ചട എന്ന ഗ്രാമത്തിൽ വസിച്ചിരുന്നു. ഈ ഗ്രാമം ധനഞ്ജയന്റെ സ്ഥലം എന്നർത്ഥമുള്ള ധനഞ്ജയര പാട എന്നും ചിലപ്പോൾ വിളിക്കപ്പെടാറുണ്ട്. കുറെ നാൾ കഴിഞ്ഞ് അദ്ദേഹം ആരാധനയുടെ ഉത്തരവാദിത്തം ഒരു ശിഷ്യനെ ഏൽപ്പിച്ച് വൃന്ദാവനത്തിലേക്ക് തിരിച്ചുപോയി. വൃന്ദാവനത്തിൽ നിന്ന് ശീതള ഗ്രാമത്തിലേക്ക് മടങ്ങി വന്നതിന് ശേഷം അദ്ദേഹം ഗൗരസുന്ദരന്റെ ഒരു വിഗ്രഹം ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചു. ധനഞ്ജയ പണ്ഡിതന്റെ പിൻഗാമികൾ ഇപ്പോഴും ക്ഷേത്രത്തിന്റെ ആരാധനയുടെ കാര്യങ്ങൾ നോക്കി നടത്തി ശീതള ഗ്രാമത്തിൽ വസിക്കുന്നു. ഹരേ കൃഷ്ണ. മഹേശ പണ്ഡിത മഹേശ പണ്ഡിത
കൃഷ്ണ ശ്ലോക അറിയാം. 32. മഹേശ പണ്ഡിത വൃചേര ഉദാര ഗോപാല ദക്കാവാദ്യ നൃത്യകരെ പ്രേമേ മാധോയാല. അതാണ് പദാർത്ഥം. മഹേശ പണ്ഡിതൻ, വൃചേര വൃന്ദാവനത്തിന്റെ, ഉദാരനായ, ഗോപാലന്മാർ, ഡക്കാവാദ്യേ ചെണ്ടവാദനത്തോടെ, നൃത്യകരെ നൃത്തം ചെയ്യുന്നു, പ്രേമത്തിൽ, മാധോയാല ഒരു ഭ്രാന്തനെ പോലെ. വിവർത്തനം ശ്രീല പ്രഭുപാദ് മഹാരാജ് കി ജയ്. 12 ഗോപാലന്മാരിൽ 7ാമനായ മഹേശ പണ്ഡിതൻ അത്യുദാരനായിരുന്നു. അദ്ദേഹം അളവറ്റ കൃഷ്ണപ്രേമത്താൽ പെരുമ്പറയുടെ അകമ്പടിയോടെ ഒരു ഉന്മത്തനെ പോലെ നൃത്തം ചെയ്തു. ഭാവാർത്ഥം ഭക്തി വേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് മഹാരാജ് കി ജയ്. ശ്രീല ഭക്തി സിദ്ധാന്ത സരസ്വതി താക്കൂർ അദ്ദേഹത്തിന്റെ അനുഭാഷത്തിൽ എഴുതുന്നു. മഹേശ പണ്ഡിതന്റെ പാലപ്പാട എന്നറിയപ്പെടുന്ന ഗ്രാമം നദിയ ജില്ലയിലെ ചാഗദഹ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 1 മൈലോളം ദൂരെ ഒരു വനത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്നു. ഗംഗാ നദി സമീപത്തു കൂടി പ്രവഹിക്കുന്നു. മഹേശ പണ്ഡിതൻ മുമ്പ് ജിരാട് എന്ന സ്ഥലത്തിന്റെ കിഴക്കുഭാഗത്തുള്ള മസിപുരം അല്ലെങ്കിൽ യശിപുരം ഗ്രാമത്തിലാണ് ജനിച്ചിരുന്നതെന്ന് പറയപ്പെടുന്നു. മസിപുരം ഗംഗാതടത്തിൽ നിമഗ്നമായപ്പോൾ അവിടെ ഉണ്ടായിരുന്ന വിഗ്രഹങ്ങൾ ബേലേഡാംഗ, ബേരിഗ്രാമം, സുഖസാഗരം, ചാന്തുഡെ, മനസാപോത തുടങ്ങിയ നിരവധി ഗ്രാമങ്ങൾക്ക് മധ്യത്തിലുള്ള പാലപ്പാട ഗ്രാമത്തിലേക്ക് കൊണ്ടുവരികയായിരുന്നത്രേ. അവിടെ 14ഓളം ഗ്രാമങ്ങളുണ്ട്. മുഴുവൻ അയൽ പ്രദേശവും പാഞ്ചനഗര പരഗണ എന്നറിയപ്പെടുന്നു. നിത്യാനന്ദ പ്രഭുവിന്റെ നിർദ്ദേശത്തിൽ പാനിഹാട്ടിയിൽ നടത്തപ്പെട്ടിരുന്ന ഉത്സവത്തിൽ മഹേശ പണ്ഡിതൻ പങ്കെടുത്തിരുന്നെന്ന് പറയുന്നു. നരോത്തമദാസ ഠാക്കൂറും ഈ ഉത്സവത്തിൽ പങ്കെടുത്തിരുന്നു. മഹേശ പണ്ഡിതൻ ഇവിടെ വെച്ച് ആ സന്ദർഭത്തിൽ അദ്ദേഹത്തെ കാണുകയുണ്ടായി. മഹേശ പണ്ഡിതന്റെ ക്ഷേത്രത്തിൽ ഗൗര നിത്യാനന്ദന്റെയും ശ്രീ ഗോപിനാഥന്റെയും ശ്രീ മദനമോഹനന്റെയും രാധാ ഗോവിന്ദന്റെയും വിഗ്രഹങ്ങളും അതുപോലെ സാളഗ്രാമ ശിലയുമുണ്ട്. ഹരേ കൃഷ്ണ. നമോ ഓരായ വൈരാഗ്യം ഭക്തി സനാതന ഭട്ടരനാഥ
അവതാരം സപ്തകാഞ്ജന ഗൗരാംഗീര നിത്യ
രാമനും ശ്രീ ഗോപിനും ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ പ്രഭു. ഒരു സംശയം. ഈ
രാഗഭക്തി എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് എന്താണ് രാഗഭക്തി എന്ന് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റുക? അതേമാതിരി തന്നെ ഇങ്ങനെ രാഗഭക്തിയിൽ ഇരിക്കുന്ന ഒരു ഭക്തനെ നമ്മൾ എങ്ങനെയാണ് റെക്കഗ്നൈസ് ചെയ്യുക? ഒരു ഗുരുവിന്റെ അടുത്ത് നമ്മള് പോവാ. ശരി. കാരണം നമുക്ക് തന്നെ കണ്ടുപിടിക്കാൻ പറ്റില്ല. ആവശ്യമില്ല. ഹരേ കൃഷ്ണ. നമ്മുടെ ഹരേ കൃഷ്ണ പ്രഭുജി, നമ്മുടെ ഉള്ളിൽ തെളിയുന്ന ഭാവം ഏതാണോ നമുക്ക് അറിയാലോ. അപ്പൊ കുട്ടിയായിട്ട് ബാലഗോപാലനായിട്ടാണ് നമ്മൾ ആരാധിക്കുന്നതെങ്കിൽ നമ്മൾക്ക് വാത്സല്യ ഭക്തിയായിരിക്കും. അങ്ങനെ ചിന്തിച്ചൂടെ? അതെ. പിന്നെ ഗോപികയായിട്ട് അഞ്ചുമ്പോ അപ്പൊ ഗോപികമാരുടെ മാധുര്യ ഭക്തി അങ്ങനെ തോന്നല്ലോ. മോഹനം അപ്പോൾ അതൊന്ന് പുറത്തു വന്നൊന്ന് മനസ്സിലാവാം, ഏത് ഭാവമാണെന്ന് മനസ്സിലാവാം. പ്രതീക്ഷകൾ
വിഷൻ റെയിൽവേ സ്റ്റേഷൻ. ഓല കണ്ടില്ല. അതെ. അച്ഛാവും. ഇപ്പിട്ടോട് ഇപ്പിടുന്നുണ്ട്. പക്ഷെ ഓലമേങ്ങ ഫ്ലക്സ്.
സാങ്ചന പാങ്ചന ശാന്തിത പണ്ഡിത പൂജാരി വെച്ചു.
അച്ഛാ രാധാമോഹന സംബന്ധം അല്ലേ? ഓക്കെ, അങ്ങനെ മനസ്സിലാക്കിയില്ലേട്ടാ പ്രഭു, ഇപ്പോഴാണ് മനസ്സിലായി. ഗോവിന്ദ ഗോവിന്ദ. ഹരേ കൃഷ്ണ. वैष्णव देव नमो नमः. श्रीला प्रभुपाद की जय हो।